ബി.ജെ.പിയുടെ സംസ്ഥാന നേതാവായിരുന്ന ആലപ്പുഴയിലെ അഡ്വക്കേറ്റ് രഞ്ജിത്ത് ശ്രീനിവാസൻ കൊലക്കേസിലെ മുഴുവൻ പ്രതികൾക്കും വധശിക്ഷ വിധിച്ച കോടതി വിധിയെ സ്വാഗതം ചെയ്യുകയാണ്. ഭീകരവാദികളുടെ കൊലക്കത്തിക്കിരയായി കൊല്ലപ്പെടുന്ന ഇരകളുടെ കുടുംബാംഗങ്ങൾക്കും അവരോടൊപ്പം നിൽക്കുന്നവർക്കും ആശ്വാസമേകുന്നതാണ് ഈ കോടതി വിധി. മാത്രമല്ല, തെരഞ്ഞെടുപ്പിന് അല്പം വോട്ടുകൾക്ക് വേണ്ടി മതഭീകരവാദികളെ, തീവ്രവാദികളെ വെള്ളവും വളവും എല്ലാ പ്രോത്സാഹനവും നൽകി സംസ്ഥാനത്ത് വളർത്തുന്ന മാർക്സിസ്റ്റ് പാർട്ടിക്കും LDF ഗവൺമെന്റിനുമെതിരായിട്ടുള്ള ശക്തമായ തിരിച്ചടി കൂടിയാണ് ഇന്നത്തെ കോടതി വിധി. മാത്രമല്ല, അവിലും മലരും കുന്തിരിക്കയും വയ്ക്കണമെന്ന്, കരുതി വെക്കണമെന്ന് ക്രൂരമായ മുദ്രാവാക്യം വിളിച്ചവർക്ക് കാലത്തിന്റെ തിരിച്ചടി കൂടിയാണ് ഇന്നത്തെ സുപ്രധാനമായിട്ടുള്ള കോടതി വിധി എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. ഇതോടൊപ്പം ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, നിയമ നീതിന്യായ സംവിധാനത്തിൽ കിട്ടേണ്ട പരിഗണന ഇതിൽ പ്രതികൾക്ക് ലഭിച്ചിട്ടുണ്ട്. അവർ പറയുന്നതെല്ലാം കേൾക്കാൻ കോടതി അവസരം നൽകിയിരുന്നു. പക്ഷേ അസാധാരണമായിട്ടുള്ള കേസ് എന്നുള്ള നിലയ്ക്കാണ്, റയറസ്റ്റ് ഓഫ് റയർ എന്നുള്ള നിലയ്ക്കാണ് ക്യാപിറ്റൽ പണിഷ്മെന്റ്, വധശിക്ഷ പ്രതികൾക്ക് നൽകിയത്. പക്ഷെ ഇനി കേരളത്തിലെ ചില സംഘടനകൾ ഈ കുറ്റം ചെയ്ത വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട പ്രതികളുടെ മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി രംഗത്ത് വരാൻ സാധ്യതയുണ്ട്. അത്തരം മതതീവ്രവാദികൾക്ക് ബുദ്ധിപരമായ പ്രചോദനവും പ്രേരണയും നൽകുന്ന സംഘടനകളെയും കരുതിയിരിക്കാൻ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും തയ്യാറാകണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ്. രണ്ടാമതൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ കോഴിക്കോട് വെച്ച് ഞാൻ രണ്ട് കാര്യം സൂചിപ്പിച്ചിരുന്നു. അത് ഒന്ന് റെയിൽവേയുമായി ബന്ധപ്പെട്ടതാണ്. ഇപ്പോഴ് കർണാടകത്തിലെ ബാംഗ്ലൂരിലെ യശ്വന്ത്പുരത്ത് നിന്നും മംഗലാപുരം വഴി കണ്ണൂരിൽ എത്തിച്ചേരുന്ന തീവണ്ടി അത് കോഴിക്കോട്ടേക്ക് നീട്ടാൻ തീരുമാനിച്ചിട്ടുണ്ട്. PSC ചെയർമാനായിരുന്ന സമയത്ത് ഇക്കാര്യം റെയിൽവേ വകുപ്പ് മന്ത്രിയെയും അതേപോലെ റെയിൽവേ ചെയർമാനെയും കണ്ട് സംസാരിച്ചു. ഈ ജനുവരി മാസത്തിൽ തന്നെ തീരുമാനമെടുക്കുമെന്ന് പറഞ്ഞിരുന്നു. ഞാനത് കഴിഞ്ഞ തവണ മാധ്യമങ്ങൾക്ക് മുന്നിൽ കോഴിക്കോട്ട് വെച്ച് പറഞ്ഞിരുന്നു. അതിന്ന് പ്രാവർത്തികമായിരിക്കുകയാണ്. അന്ന് ഞാൻ പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യം, ഇപ്പോഴ് മംഗലാപുരത്ത് നിന്നും ഗോവയിലേക്ക് ആരംഭിച്ചിട്ടുള്ള, ഗോവയിൽ നിന്ന് മഡഗാസ്കറിൽ നിന്ന് മംഗലാപുരത്തേക്ക് തിരിച്ചും ഓടിക്കൊണ്ടിരിക്കുന്ന വന്ദേ ഭാരത് എക്സ്പ്രസ് അത് കോഴിക്കോട്ട് നീട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട കേന്ദ്ര റെയിൽവേ വകുപ്പ് മന്ത്രിയോടും റെയിൽവേ ചെയർമാനോടും ഇക്കാര്യം അഭ്യർത്ഥിച്ചിരുന്നു, ചർച്ച ചെയ്തിരുന്നു. ചില സാങ്കേതിക തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ ക്ലീനിങ് ജോലി, അതായത് തീവണ്ടി വൃത്തിയാക്കുന്നത് കോഴിക്കോട്ട് വെച്ചും മെയിൻ്റെനൻസ് വർക്ക് മംഗലാപുരത്ത് വെച്ച് നടത്താൻ റെയിൽവേ തീരുമാനിച്ചിട്ടുണ്ട്. അതുവഴി ഈ ഗോവ മംഗലാപുരം വന്ദേ ഭാരത് എക്സ്പ്രസ് കോഴിക്കോട്ടേക്ക് നീട്ടുന്ന തീരുമാനവും ഉടൻ തന്നെ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത് പ്രാവർത്തികമാകുക തന്നെ ചെയ്യും. ഇക്കാര്യത്തിൽ കേന്ദ്ര മന്ത്രി അതേപോലെ തന്നെ റെയിൽവേ വകുപ്പിനോടും മന്ത്രാലയത്തോടും ഉള്ള നന്ദി ഈ അവസരത്തിൽ പ്രകടിപ്പിക്കുകയാണ്.
ഇതോടൊപ്പം തന്നെ ചില യാത്രക്കാരുടെ വിവിധ സംഘടനകൾ, പ്രത്യേകിച്ച് കോഴിക്കോട് സംഘടനകൾ, ഈ ജില്ലയിൽ ചില തീവണ്ടികൾ, ദീർഘദൂര തീവണ്ടികൾക്കും ഹ്രസ്വ ദൂര തീവണ്ടികൾക്കും സ്റ്റോപ്പുകൾ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിവേദനം നൽകിയിരുന്നു. ഈ നിവേദനവും ഫെബ്രുവരി മാസത്തിനുള്ളിൽ ആ നിവേദനത്തിൽ സൂചിപ്പിച്ച സ്റ്റോപ്പുകൾ, അത് പാസഞ്ചർ വണ്ടിക്കായാലും മറ്റ് ദീർഘദൂര തീവണ്ടികൾക്കായാലും ആ സ്റ്റോപ്പുകളും ഉടൻ അനുവദിക്കും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. മൂന്നാമതൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ സംസ്ഥാനത്തെ ധനമന്ത്രി നിയമസഭയെ ബോധപൂർവം തെറ്റിദ്ധരിപ്പിക്കുന്നു. അതായത് കേരളം നേരിടുന്ന അതിഗുരുതരമായ സാമ്പത്തിക തകർച്ച, വികസനം പൂർണ്ണമായി സ്തംഭിച്ചിരിക്കുന്ന അവസ്ഥ, ഇതേപോലത്തെ സാമൂഹ്യക്ഷേമ പെൻഷനും ജോലിയെടുത്തവർക്ക് കൂലി നൽകാൻ സാധിക്കാത്ത ഈ സാഹചര്യം, അത് മുഴുവൻ കേന്ദ്ര സർക്കാരിൻ്റെതാണെന്നാണ് നമ്മുടെ ധനമന്ത്രി ഇന്നലെയും ഇന്നുമായി നിയമസഭക്കകത്ത് നടന്ന ചർച്ചയിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. കേരളത്തിലെ സാമ്പത്തിക തകർച്ചയ്ക്ക്, ഗുരുതരമായ സാമ്പത്തിക തകർച്ചയ്ക്ക് കേന്ദ്രമാണ് ഉത്തരവാദി എന്നാരോപിക്കുന്ന ധനമന്ത്രി ഇതിനാധാരമായ തെളിവുകൾ സഭക്കകത്തും പുറത്തും അവതരിപ്പിക്കാൻ തയ്യാറാകണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി വെല്ലുവിളിക്കുകയാണ്. പ്രതിപക്ഷം ചില ചോദ്യങ്ങൾ ചോദിച്ചു. എന്തുകൊണ്ടാണ് സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുക്കാത്തത്? എന്തുകൊണ്ടാണ് വികസന സ്തംഭനം ഉണ്ടാകുന്നത്? എന്തുകൊണ്ടാണ് KSRTCക്ക് ജീവനക്കാർക്ക് ശമ്പളവും പെൻഷനും നൽകാത്തത്? എന്തുകൊണ്ടാണ് നെല്ല് കർഷകർക്ക് പൈസ കൊടുക്കാത്തത്? ഇങ്ങനെ നിരവധി ചോദ്യങ്ങൾ പ്രതിപക്ഷം ചോദിക്കുന്നു. അതിൻ്റെ ഉത്തരം എല്ലാം കാരണം കേന്ദ്ര ഗവൺമെന്റാണ്, കേന്ദ്ര ഗവൺമെന്റിന് നിലപാടാണ്, സമീപനമാണ് എന്നാണ് ധനമന്ത്രി ആരോപിക്കുന്നത്. എന്നാൽ ഞങ്ങൾ പറയുന്നത്, ഇതിനാധാരമായുള്ള തെളിവുകൾ, രേഖകൾ, വസ്തുതകൾ നിയമസഭക്കകത്ത് വെക്കണം, പുറത്തും ജനങ്ങളെ മുൻപിൽ അവതരിപ്പിക്കണം. അക്കൂട്ടത്തിൽ ഒരു കാര്യവും കൂടി സൂചിപ്പിക്കുന്നത്, കേരളത്തിൽ കഴിഞ്ഞ ബജറ്റിൽ, പുതിയ ബജറ്റ് വരാൻ വേണ്ടി പോവുകയാണ്, കഴിഞ്ഞ ബജറ്റിൽ എത്ര കോടി രൂപയുടെ റവന്യൂ വരുമാനമാണ് സംസ്ഥാനം പ്രതീക്ഷിച്ചത്? അതിലെത്രയാണ് പിരിച്ചെടുക്കാൻ സാധിച്ചത്? 65,000 കോടിയുടെ നികുതി വരുമാനം പിരിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള AGയുടെ കണ്ടെത്തൽ അതുകൂടി ഈ രേഖകളിൽ പറയണം. ഉപഭോക്തൃ സംസ്ഥാനമായ കേരളമാണ് കൂടുതൽ GST വകയിൽ നികുതി ലഭിക്കേണ്ടത്. എന്തുകൊണ്ടാണ് മറ്റെല്ലാ സംസ്ഥാനങ്ങളും 11% മുതൽ 18% വരെ GST വർധനവുണ്ടായപ്പോൾ കേരളം മാത്രം എന്തുകൊണ്ട് ആ വരുമാനം കുറഞ്ഞു? ഈ കാര്യത്തെക്കുറിച്ച് ധനമന്ത്രി വ്യക്തമാക്കണം. ഇതിന് കാരണം കേന്ദ്ര ഗവൺമെന്റ് ആണോ, സംസ്ഥാന സർക്കാരിന്റെ കഴിവുകേടും പിടിപ്പുകേടും അഴിമതിയും കെടുകാര്യസ്ഥതയും ആണോ എന്ന് പറയണം. നമ്മുടെ റവന്യൂ വരുമാനം കുറഞ്ഞതിൽ, റവന്യൂ നികുതി പിരിച്ചെടുക്കാൻ സാധിക്കാത്തതിൽ കാരണക്കാരി കേന്ദ്ര ധനമന്ത്രിയാണോ, സംസ്ഥാന ധനമന്ത്രിയാണോ, കേന്ദ്ര ഗവൺമെന്റ് ആണോ, സംസ്ഥാന ഗവൺമെന്റ് ആണോ എന്ന് ധനമന്ത്രി വ്യക്തമാക്കണം. ഇതെല്ലാം വ്യക്തമാക്കുന്ന രേഖകളാണ് സംസ്ഥാന ഗവൺമെന്റ് നിയമസഭക്കകത്തും പുറത്തും വയ്ക്കേണ്ടത്. പക്ഷെ ഇവിടെ ഒരു കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ഈ ചോദ്യവും ഈ ഉത്തരവും നമ്മുടെ കേരളത്തിലെ IND മുന്നണിയിലെ ഘടകകക്ഷികളായ മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും ഭരണപക്ഷവും പ്രതിപക്ഷവും സംയുക്തമായി തയ്യാറാക്കിയ തിരക്കഥയുടെ അടിസ്ഥാനത്തിലാണ്. കേന്ദ്ര ഗവൺമെന്റിനെ കുറ്റപ്പെടുത്താൻ, കേന്ദ്ര ഗവൺമെന്റിനെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിക്കാൻ ഭരണപക്ഷത്തിന് ഒരവസരം നൽകുകയാണ് പ്രതിപക്ഷത്തിന്റെ ചോദ്യത്തിലൂടെ ഉണ്ടാകുന്നത്. ചോദ്യത്തിന്റെ ഉത്തരം കേന്ദ്രത്തിന്റെ തലയിൽ ആരോപണം അടിച്ചേൽപ്പിച്ചുകൊണ്ട് കേന്ദ്രമാണ് ഉത്തരവാദി എന്ന് ധനമന്ത്രി പറയുമ്പോൾ, ഇവിടെ സംസ്ഥാന സർക്കാരിന്റെ അഴിമതിയെക്കുറിച്ച് പ്രതിപക്ഷം വേണ്ടുന്നില്ല. സംസ്ഥാന സർക്കാരിന്റെ കഴിവുകേടും സ്വജനപക്ഷപാതവും കെടുകാര്യസ്ഥതയും അതിനെക്കുറിച്ച് പ്രതിപക്ഷം ചോദിക്കുന്നില്ല. അപ്പൊ എന്താണ് ഇവിടെ നടന്നത്? കോൺഗ്രസും CPM-ഉം LDF-ഉം UDF-ഉം തമ്മിലുണ്ടാക്കിയ IND എന്ന മുന്നണി
പൊതുവായി ഉണ്ടാക്കിയ തിരക്കഥയുടെ അടിസ്ഥാനത്തിലാണ് ഈ ചോദ്യവും ഉത്തരവും. ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും തകർന്ന് തരിപ്പണമാകുന്ന IND മുന്നണി ഇപ്പൊ നിലനിൽക്കുന്നത് കേരളത്തിൽ മാത്രമാണ് എന്നുള്ളതിന്റെ പ്രകടമായ തെളിവാണ് ഈ നിയമസഭക്കകത്തുള്ള പ്രതിപക്ഷത്തിന്റെ ചോദ്യവും ധനമന്ത്രിയുടെ ഉത്തരവുമെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. ഏതായാലും ഈ ഇന്ത്യയിലെ ഏതാണ്ട് എല്ലാ സംസ്ഥാനങ്ങളും ഉപേക്ഷിച്ച ഈ IND മുന്നണി കേരളത്തിൽ മാത്രം നിലനിൽക്കുന്നതും കേരളത്തിനെ ശക്തിപ്പെടുത്താൻ ശ്രമിക്കുന്നതും ഭാരതീയ ജനതാ പാർട്ടിക്കും NDAക്കും രാഷ്ട്രീയമായി ഗുണം ചെയ്യും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഓക്കെ, നമസ്കാരം.